ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ഹുമ ഡിസൈൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കലാണ്. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനാവശ്യമായിട്ട് ഞാനിവിടെ 3 ക്ലോത്തിന്റെ പീസും ഒരു ഇലാസ്റ്റിക്കും എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ക്ലോത്തിന്റെ പീസ് എത്ര ഇഞ്ച് ഉള്ളതാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഈ പീസ് നമുക്ക് 16 ഇഞ്ച് ലെങ്തിന് 2.5 ഇഞ്ച് വിഡ്ത്തിലാണ് ഞാൻ ഇത് എടുത്തേക്കുന്നത്. അപ്പൊ ഫസ്റ്റത്തെ പീസ് ഇതാണ്. ഇനി നെക്സ്റ്റ് പീസ് 8 ഇഞ്ച് ലെങ്തും 8 ഇഞ്ച് വിഡ്ത്തും വരുന്ന ഒരു ക്ലോത്തിന്റെ പീസാണ് എടുത്തേക്കുന്നത്. ഈ ഇലാസ്റ്റിക്കും ഞാൻ 8 ഇഞ്ച് തന്നെയാണ് എടുത്തേക്കുന്നത്. ഇനി ഒരു ചെറിയ സ്മോൾ പീസ് വേണം. അത് ഇവിടെ ഞാൻ 5 ഇഞ്ച് ലെങ്തില് 1.5 ഇഞ്ച് വിഡ്ത്തിലാണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ചെയ്യണേന്ന് നോക്കാം. അതിനായിട്ട് ആ ലെങ്ത് ഉള്ള ആ പീസ് എടുക്കുക. അതിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്യണം, നല്ല വശത്തേക്ക് ഫോൾഡ് ചെയ്യണം. ഇതിപ്പോ ചീത്ത വശമാണ്. എന്നിട്ട് ഇതിന്റെ സൈഡ് ചേർത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോ ഇതിന്റെ എൻഡിങ് ഇല്ലേ, എൻഡിങ്ങിന്റെ ഇവിടെ വരിക 1 ഇഞ്ച് മുമ്പ് ഇട്ട് നിർത്തിയിട്ട് വേണം നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പൊ ഇവിടുന്ന് അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഇനി നമുക്ക് ഇതിനെ തിരിച്ചിട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് ഈ ഇലാസ്റ്റിക് ഇനി ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കണം. അപ്പൊ അതിനായിട്ട് നമുക്ക് ഇലാസ്റ്റിക്കിന്റെ 2 സൈഡിലും പിന്നെ ഇങ്ങനെ കുത്തി വെക്കുക. എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഇതിടാം. ഇങ്ങനെ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഇലാസ്റ്റിക് ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് പിന്നെ ഊരിയെടുക്കാം. ജസ്റ്റ് ഇതൊന്ന് ഇവിടെ കെട്ടിട്ട് കൊടുക്കാം. അപ്പൊ നമ്മളിത് ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലൊക്കെ കയറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, ഈ ഗ്യാപ്പിന്റെ ഉള്ളിലേക്ക് ഇതിന്റെ ഒരറ്റം കയറ്റി കൊടുക്കണം. എന്നിട്ട് ഇനി ഇതിന്റെ ഈ അറ്റം ഒന്ന് മടക്കി വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ വെച്ചിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പൊ നമ്മൾ ഇവിടെ ഇത് ബാൻഡായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് മാറ്റി വെക്കാം. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പീസില്ലേ, ഈ പീസിനെ നമുക്ക് ഇങ്ങനെ സെന്ററാക്കി മടക്കി ഇങ്ങനെ ഇടണം. എന്നിട്ട് ഏതെങ്കിലും ഒരു മൂലയിൽ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഏതെങ്കിലും ഒരു സൈഡിന്റെ സെന്റർ എത്തുമ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം ബാക്കിയത്തെ ഇങ്ങോട്ടേക്കും സ്റ്റിച്ച് ചെയ്യാം. ബാക്കി ഇങ്ങനെ എൽ ഷേപ്പിന് ഇതും സ്റ്റിച്ച് ചെയ്യാം. പക്ഷെ അതിന്റെ നടുക്ക് ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ. ഇവിടെ വരെ നമ്മൾ അടിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് വേണം അടിച്ച് ബാക്കി ഇങ്ങോട്ടേക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പൊ നമ്മളിവിടെ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു എൽ ഷേപ്പിന് ഇവിടെ വരെ വന്നിട്ട് ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ബാക്കി ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കി. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഗ്യാപ്പില്ലേ, ഈ ഗ്യാപ്പിൽ കൂടെ ഇതിനെ തിരിച്ചിടണം.
അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ആ ഗ്യാപ്പ് ഇട്ട് കൊടുത്തത്. ഇപ്പൊ നമുക്കിത് ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഇതിന്റെ എല്ലാ എൻഡിൽ കൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ സെന്ററിൽ കൂടെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായത് ഒരു സൂചിയും നൂലുമാണ്. ഇതിന്റെ സെന്ററിൽ നിന്ന് ഇനി നമുക്ക് തുന്നി തുടങ്ങാം. ഇത് തുന്നി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെങ്ങനെ വലിച്ചെടുക്കാം. വലിച്ചിട്ടിട്ട് ഈ നൂല് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇതൊരു കെട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് അതിനൊന്ന് തിന്നി അതിനിവിടെ നമുക്കൊന്ന് ഫിക്സ് ചെയ്യാം. ഇനി നമ്മുടെ ലാസ്റ്റ് ഈ ഒരു പീസ് ബാലൻസ് ഉണ്ട്. ഈ പീസിനെ നമുക്ക് ഇങ്ങനെ വച്ചിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ അറ്റത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് ഇതിന്റെ തൊട്ട് മുമ്പ് കൊണ്ടുവന്ന് സ്റ്റിച്ച് നിർത്തി വെക്കണം. ഇപ്പൊ നമ്മുടെ ഈ 3 പീസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെയർ ബാൻഡിലേക്ക് ഇത് എടുത്തിട്ട് ഇതിന്റെ രണ്ടിന്റെ സെന്റർ, അതായത് സ്റ്റിച്ച് ചെയ്ത ആ പോയിന്റ്സ് ഇല്ലേ, ആ പോയിന്റ്സിനെ ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് വെക്കാം. എന്നിട്ട് ഇപ്പൊ നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്ത ആ പീസില്ലേ, ആ പീസ് ഇങ്ങനെ വച്ചു കൊടുക്കാം. വച്ചു കൊടുത്തിട്ട് ഇതിന്റെ അടിയിലേക്ക് അതിനെ ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് നമുക്ക് നേരെ തിരിച്ച് ഇങ്ങനെ വച്ചിട്ട് ഈ ലാസ്റ്റ് എൻഡ് വരുന്നതില്ലേ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇവിടം വെച്ചൊന്ന് തുന്നി ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് സൂചി നൂല് ഉപയോഗിച്ചിട്ട് നമുക്കിങ്ങനെ തുന്നി കൊടുക്കാം. അപ്പൊ നമ്മുടെ അടിഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഈ ഹെയർ ബാൻഡ് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അപ്പൊ കിഡ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇതുപോലത്തെ ഒരു ഹെയർ ബാൻഡ് ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ നിസ്സാര സമയം മതി. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.